നമസ്കാരം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇതേവർക്കും അറിയാം. അറിഞ്ഞുകൂടാത്ത കുറച്ചു പേരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇന്ന് പുതിയ ജനറേഷനാണ്. കഴിഞ്ഞ വർഷം കണ്ട കാര്യമാണ്. പൊങ്കാലയ്ക്ക് അടുപ്പ് വെക്കുമ്പോൾ ഒരു സെൽഫി, വെള്ളം തിളച്ചു വരുമ്പോൾ മറ്റൊരു സെൽഫി, അതിലേക്ക് ലൈവായിട്ട് കമന്ററി പൊക്കൊണ്ടിരിക്കുകയാണ്. അരി ഇടുമ്പോൾ മറ്റൊരു സെൽഫി, പിന്നെ കുറേ പേര് അടുപ്പിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സെൽഫി. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഗ്നിബാധ ഉണ്ടാവാനുള്ള സകല സാധ്യതകളുമുണ്ട്. സെൽഫി എടുക്കണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല. പക്ഷേ എങ്കിലും നമ്മുടെ ചിന്ത എന്താണ്? ഒരു വർഷത്തിൽ ഒരിക്കൽ നാം ചെയ്തു വരുന്ന ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ദിവസം ഒരുപാട് സങ്കല്പങ്ങളും പ്രാർത്ഥനകളുമുണ്ട്. അത് നിറവേറുവാനായി പല സ്ഥലത്തു നിന്നും വരുന്നു. അപ്പോൾ നാം അന്നെങ്കിലും കുറഞ്ഞ പക്ഷം ആ ഒരു 4-5 മണിക്കൂറുകൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. മനസ്സ് മുഴുവനും അമ്മയിൽ അർപ്പിക്കുക. ഈ മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. കാരണം ഇന്ന് പൊങ്കാല ഒരു കൈ കൊണ്ട് ഇങ്ങനെ പായസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയൊക്കെ അർപ്പിച്ചിട്ട് എനിക്ക് കാര്യമൊന്നും സാധിച്ചില്ല, ഇല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല, ഇല്ലെങ്കിൽ തന്നെ ഞാൻ പൊങ്കാല അർപ്പിച്ചു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നാം പലരും അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. ഞാൻ പൊങ്കാല നല്ലവണ്ണം അർപ്പിച്ചു, ഇന്നും നടന്നു, കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ പൊങ്കാല അർപ്പിക്കുന്നു. അതൊരു ക്രെഡിറ്റാണ്. ഇപ്പൊ ചിന്തിക്കുക, നാം ഓരോരുത്തരും ഇങ്ങനെ തിക്കി തിരക്കി ഭഗവതിയെ കാണുവാനായിട്ട് അകത്ത് പോവുകയാണ്, ക്ഷേത്രത്തിനകത്ത് പോവുകയാണ്. ഭഗവതി ആരെ ശ്രദ്ധിച്ചു, ആരെ നോക്കി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ ഫീലിംഗ് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് അന്നേ ദിവസം ഒരു 4-5 മണിക്കൂറെങ്കിലും മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് അവരവരുടെ സങ്കല്പങ്ങൾ, ഒരുപാട് പേർക്ക് ഇന്ന് എല്ലാവർക്കും ദുഃഖമുണ്ട്, ദുഃഖം ഇല്ലാത്ത മനുഷ്യനില്ല. അതിൽ നിന്നൊക്കെ മോചനം നേടുവാനായിട്ട്, കഷ്ടപ്പാടുകളൊക്കെ മാറുവാനായിട്ട് പലതരം നേർച്ചകളോടുകൂടി, പലതരം നല്ല സങ്കല്പങ്ങളോടുകൂടി വരുന്ന ആൾക്കാരാണ്. ദയവ് ചെയ്ത് ശ്രദ്ധ വേണം, ഭക്തി വേണം. ഭക്തി, ശ്രദ്ധ പുരസരമാണ് ഏതു കാര്യവും ചെയ്യേണ്ടത്. ശ്രദ്ധ മാത്രം പോരാ, ഭക്തി മാത്രം പോരാ. ശ്രദ്ധയും ഭക്തിയും അത്യാവശ്യം വേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യമെങ്കിലും ഇപ്രാവശ്യം തൊട്ട് നമുക്ക് നടപ്പിലാക്കി പോരാം. ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, പൊങ്കാല ഇങ്ങനെ പായസമൊക്കെ ഒരുപാട് വെച്ചിട്ട് അവിടെയായിട്ട് പൊങ്കാല കഴിഞ്ഞ ശേഷം, നിവേദ്യം ആയ ശേഷം ആ പ്രസാദം പല സ്ഥലത്തും ഇട്ടേച്ച് പോകുന്ന ഒരു പതിവ് കാണാറുണ്ട്. എല്ലാവരുമല്ല, കുറച്ചു പേർ. ദയവ് ചെയ്ത് ഇതൊരു നിവേദ്യമാണ്, നിവേദ്യ വസ്തുവാണ്, പ്രസാദമാണ്. നിവേദ്യം കഴിഞ്ഞു, അത് പ്രസാദമാണ്. അത് വീടുകളിൽ കൊണ്ടുപോവുക, പരിസരത്തെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഏവർക്കും ആ പ്രസാദം നൽകുക. അന്നേ ദിവസം, കഴിയുന്നതും അന്നേ ദിവസം നൽകുക. സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാം എന്നൊരു ചോദ്യമുണ്ട്. അറിയില്ല. കാരണം നിവേദ്യ വസ്തു കളയുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അതിനനുസരിച്ച് മാത്രം പായസമൊക്കെ വയ്ക്കുക. നിവേദ്യം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകരുത്, ദയവ് ചെയ്ത്. കാരണം ഒരുപാട് പേരും ബസ്സിലും ട്രെയിനിലും ഒക്കെ വരുന്നുണ്ട്. അവർ നിവേദ്യമൊക്കെ അർപ്പിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പായസം അവിടെ ഇരിക്കട്ടെ, തെരളി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ അവിടെയായിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. അതിനൊരു റെസ്പെക്റ്റ് ഉണ്ട്, പ്രസാദമാണ്. അതുകൊണ്ട് ഏവരും ചിന്തിക്കുക. അടുത്തൊരു കാര്യം, പൊങ്കാല ദിവസം കഴിയുന്നതും ഭക്തിയിൽ മുഴുകുക. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ, നല്ല സങ്കല്പങ്ങൾ ഒക്കെ ചിന്തിച്ചുകൊണ്ട്, സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് ആറ്റുകാൽ ഭഗവതിയെ പ്രാർത്ഥിക്കുവാനായി പല സ്ഥലത്തു നിന്നും, ദൂരെ നിന്നും വരുന്നവരുണ്ട്. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വരുന്നവരുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വരുന്നവരുണ്ട്. അപ്പൊ അവരവരുടെ ആഗ്രഹങ്ങളാണ് മനസ്സ് നിറയെ. ആ ദിവസം ദയവ് ചെയ്ത് പൊങ്കാല ഇടുമ്പോൾ, പായസം ഉണ്ടാക്കുമ്പോൾ നിവേദ്യ വസ്തുവാണ്. മുഴുവൻ ചിന്ത ആറ്റുകാൽ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ മനസ്സിൽ ജപിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ഭദ്രകാളി അഷ്ടോത്തരം, ഭദ്രകാളി ശ്ലോകങ്ങളൊക്കെ മനസ്സിൽ ജപിക്കുക. പായസം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് നിന്ന്
ഉച്ചത്തിൽ സംസാരിച്ച് നമ്മുടെ എച്ചിലെല്ലാം ആ നിവേദ്യ വസ്തുവിൽ വീണുകൊണ്ട് ദയവ് ചെയ്തൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധയാ വിന്ദതേ വസു എന്നാണ്. ആരെയും തിരുത്തുവാനുള്ള ഒരു ശ്രമമല്ല, എന്നിരുന്നാലും നല്ല ശീലങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. സദാ ഭക്തിയിൽ മുഴുകി അവരവരുടെ സങ്കല്പങ്ങൾ, നല്ല സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക. ഈ കാര്യങ്ങൾ ഏവരിലേക്കും എത്തിക്കുക. ഏവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. സാധിക്കുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം.